അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചതുരംഗക്കളത്തിൽ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നടത്തുന്നതിൽ ഇന്ത്യ എന്നും ഒരു പ്രത്യേക ശൈലി പുലർത്താറുണ്ട്. കഴിഞ്ഞ ജനുവരി 3-ന് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും കരാക്കസിൽ വെച്ച് അമേരിക്കൻ സൈന്യം തടങ്കലാക്കിയപ്പോൾ ലോകം ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ നീക്കത്തിന് പിന്നാലെ ലോകരാജ്യങ്ങൾ രണ്ട് തട്ടിലായി. ചിലർ അമേരിക്കയുടെ നടപടിയെ ജനാധിപത്യ സംരക്ഷണമെന്ന നിലയിൽ സ്വാഗതം ചെയ്തപ്പോൾ മലേഷ്യയും ദക്ഷിണാഫ്രിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെ ഒരു പരമാധികാര രാഷ്ട്രത്തിനു മേലുള്ള നഗ്നമായ കടന്നുകയറ്റമായി വിശേഷിപ്പിച്ചു. എന്നാൽ ഈ കോലാഹലങ്ങൾക്കിടയിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ സ്വീകരിച്ച നിലപാട് ഏറെ ശ്രദ്ധേയമാണ്. ഇന്ത്യ ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുകയും ആരെയും കുറ്റപ്പെടുത്താതെ തികച്ചും സന്തുലിതമായ ഒരു പ്രസ്താവന മാത്രം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഗ്ലോബൽ സൗത്ത് അഥവാ വികസ്വര രാജ്യങ്ങളുടെ ശബ്ദമായി സ്വയം അടയാളപ്പെടുത്തുന്ന ഇന്ത്യ എന്തുകൊണ്ടാണ് വെനസ്വേലൻ വിഷയത്തിൽ അമേരിക്കയെ തള്ളിപ്പറയാൻ തയ്യാറാകാതിരുന്നത് എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ നിലപാടിനെ വെറുമൊരു നിശബ്ദതയായി കാണാൻ കഴിയില്ല. മറിച്ച് ദശകങ്ങളായി ഇന്ത്യ പിന്തുടരുന്ന നയതന്ത്ര പാരമ്പര്യത്തിൻ്റെയും നിലവിലെ ആഗോള സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള കൃത്യമായ ഒരു തന്ത്രമാണിത്. വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ വെനസ്വേലയിലെ സംഭവ വികാസങ്ങളിൽ ആഴത്തിലുള്ള ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അമേരിക്കയെ ഒരക്ഷരം പോലും വിമർശിച്ചിട്ടില്ല. പകരം വെനസ്വേലയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകണമെന്നും എല്ലാ പക്ഷങ്ങളും സമാധാനപരമായ പരിഹാരത്തിന് ശ്രമിക്കണമെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. ഈ നിലപാട് ഇന്ത്യയുടെ നോൺ അലൈൻമെൻറ്റ് അഥവാ ചേരിചേരാ നയത്തിൻ്റെ ആധുനിക രൂപമാണ്. ലോകശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഏതെങ്കിലും ഒരു വശത്ത് നിലയുറപ്പിക്കുന്നത് ഇന്ത്യയുടെ ദീർഘകാല താൽപ്പര്യങ്ങൾക്ക് ഗുണകരമാകില്ലെന്ന തിരിച്ചറിവാണ് ഇത്തരം ഒരു നിലപാടിലേക്ക് നയിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായ മൈക്കൽ കുഗൽമാൻ നിരീക്ഷിക്കുന്നത് പോലെ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ പ്രതികരണം കേവലം ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല, മറിച്ച് കടുത്ത പ്രായോഗികതയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. അമേരിക്കയുമായി വലിയ തോതിലുള്ള വ്യാപാര ചർച്ചകൾ നടക്കുമ്പോഴും അമേരിക്കൻ താരിഫുകളെ ഭയപ്പെടുമ്പോഴും ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്ക് തികഞ്ഞ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇത് അമേരിക്കയുടെ നടപടിയെ അംഗീകരിക്കുന്ന ഒന്നല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനുള്ള കരുതലാണ്. കൂടാതെ റഷ്യ യുക്രൈൻ യുദ്ധസമയത്തും ഇന്ത്യ സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. റഷ്യയെ പരസ്യമായി അപലപിക്കാൻ തയ്യാറാകാതിരുന്ന ഇന്ത്യ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നാണ് അന്ന് ആവശ്യപ്പെട്ടത്. വൻ ശക്തികൾ അവരുടെ സ്വാധീന മേഖലകളിൽ ഇടപെടലുകൾ നടത്തുമ്പോൾ അതിൽ പക്ഷം പിടിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങളെ ബാധിക്കുമെന്ന് ന്യൂഡൽഹി വിശ്വസിക്കുന്നു. ഹാപ്പി മോൺ ജേക്കബിനെ പോലെയുള്ള വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന വശം ഇന്ത്യയുടെ ദേശീയ സുരക്ഷയാണ്. വാഷിംഗ്ടണും മോസ്കോയും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സുപ്രധാന പങ്കാളികളാണ്. വൻ ശക്തികൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുമ്പോൾ പോലും അവരുമായി ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ ബന്ധം കാത്തുസൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മെഗാഫോൺ ഡിപ്ലോമസി അഥവാ ഉച്ചഭാഷിണിയിലൂടെയുള്ള വിദേശ നയം ഇന്ത്യയുടെ രീതിയല്ല. ബന്ധങ്ങൾ വഷളാക്കാതെ തന്നെ സ്വകാര്യമായ ചർച്ചകളിലൂടെ വിയോജിപ്പുകൾ അറിയിക്കുന്ന രീതിയാണ് ഇന്ത്യ കാലങ്ങളായി പയറ്റുന്നത്. വെനസ്വേലയിലോ ഉക്രൈനിലോ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായോ തന്ത്രപരമായോ വലിയ സ്വാധീനം ചെലുത്തുന്നവയല്ല. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത അയൽപ്പക്കങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾക്കാണ് രാജ്യം കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. വെനസ്വേലയിലെ അമേരിക്കൻ ഇടപെടലിനെ അപലപിച്ചാൽ അത് ഭാവിയിൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്കെതിരെ അമേരിക്ക നീങ്ങാൻ കാരണമായേക്കാം എന്ന ഭയവും നയതന്ത്രജ്ഞർക്കിടയിലുണ്ട്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഈ വിഷയത്തിൽ എടുത്ത നിലപാട് ഇന്ത്യയുടേതിൽ നിന്ന് തികച്ചും വിഭിന്നമായിരുന്നു. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും മഡൂറോയെ ഉടൻ മോചിപ്പിക്കണമെന്നും അദ്ദേഹം തുറന്നടിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസസും സമാനമായ രീതിയിൽ അമേരിക്കയെ കടന്നാക്രമിച്ചു. ഈ രണ്ട് രാജ്യങ്ങളും ഗ്ലോബൽ സൗത്തിൻ്റെ നേതൃസ്ഥാനം തങ്ങളിലേക്ക് ആവാഹിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ നിശബ്ദത വിമർശിക്കപ്പെടുന്നുണ്ട്. മുൻ വിദേശകാര്യ സെക്രട്ടറി കൻവാൽ സിബൽ നിരീക്ഷിക്കുന്നത് പോലെ വികസ്വര രാജ്യങ്ങളുടെ വക്താവായി മാറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള തത്വങ്ങൾ ആവർത്തിക്കേണ്ടതായിരുന്നു. അമേരിക്കയെ നേരിട്ട് ആക്രമിച്ചില്ലെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറുകളെക്കുറിച്ചും അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ചും ലോകത്തെ ഓർമ്മിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നു. എങ്കിലും ഇന്ത്യ തെരഞ്ഞെടുത്തത് പക്വമായ മൗനമായിരുന്നു. ഇന്ത്യയുടെ ഈ നിലപാടിന് നെഹ്റുവിൻ്റെ കാലം മുതലുള്ള ചരിത്രപരമായ അടിത്തറയുണ്ട്. 1956-ലെ ഹംഗേറിയൻ വിപ്ലവ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഇടപെട്ടപ്പോൾ നെഹ്റു സമാനമായ മൗനമാണ് അവലംബിച്ചത്. ലോകത്ത് എല്ലാ ദിവസവും മോശമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നും എന്നാൽ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് മാത്രം പരിഹാരമുണ്ടാകില്ലെന്നും അദ്ദേഹം അന്ന് പാർലമെൻറ്റിൽ പറഞ്ഞിരുന്നു. 1968-ലെ ചെക്കോസ്ലോവേക്കിയൻ സംഭവം, 1979-ലെ അഫ്ഗാൻ അധിനിവേശം, 2003-ലെ അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം എന്നിങ്ങനെയുള്ള എല്ലാ ചരിത്ര ഘട്ടങ്ങളിലും ഇന്ത്യ ഏതെങ്കിലും ഒരു വശത്തേക്ക് ചായുന്നതിന് പകരം സംയമനത്തിൻ്റെ പാതയാണ് സ്വീകരിച്ചത്.
ഈ ചരിത്രപരമായ തുടർച്ചയാണ് വെനിസ്വേലൻ പ്രതിസന്ധിയിലും നാം കാണുന്നത്. ചുരുക്കത്തിൽ വെനിസ്വേലൻ പ്രതിസന്ധിയിൽ ഇന്ത്യ പുലർത്തുന്ന നിശബ്ദത ഒരു ബലഹീനതയല്ല, മറിച്ച് ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ്. വൻ ശക്തികൾക്കിടയിലുള്ള മത്സരത്തിൽ സ്വയം ഇരയാകാതെ ലോകക്രമത്തിൽ തങ്ങളുടേതായ ഒരു ഇടം കണ്ടെത്താനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. നയതന്ത്രം എന്നത് കറുപ്പും വെളുപ്പും മാത്രമുള്ള ഒന്നല്ല, അത് ചാരനിറത്തിലുള്ള ഒട്ടേറെ സാധ്യതകളുടെ ലോകമാണ്. ഇന്ത്യയുടെ ഈ പ്രായോഗിക രാഷ്ട്രീയം വരും കാലങ്ങളിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് നിശ്ചയിക്കും. ആഗോളതലത്തിൽ പുതിയ ചേരികൾ രൂപപ്പെടുമ്പോൾ ആരുടെയും പക്ഷം ചേരാതെ സ്വന്തം പാത വെട്ടിത്തെളിക്കുക എന്ന വെല്ലുവിളിയാണ് ഇന്ന് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.